അതെ, എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈൻഡിന് മാത്രമാണോ ഇമ്പോർട്ടൻസ് അതോ ദുആക്ക് ഇമ്പോർട്ടൻസ് ഇല്ലേന്ന് ചോദിച്ചു. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നൊക്കെ ഉള്ളതാണ് ദുആ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ദുആക്കാണ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷെ നമ്മൾ ദുആ ചെയ്യുന്നതോ പ്രാർത്ഥിക്കുന്നതോ എന്താണ്? നമ്മൾ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. അതും എന്താണ് ഒരാൾക്ക് ഒരു മതഗ്രന്ഥങ്ങളിലും നമുക്ക് പഠിപ്പിച്ചു തരണില്ല. എന്ത്? ഒരാളുടെ നാശത്തിനായിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ എന്താ പറയുക താഴ്ചയിലേക്കോ പരാജയത്തിലേക്കോ ഒന്നും പ്രാർത്ഥിക്കാൻ ഒരു മതഗ്രന്ഥങ്ങളിലും പറഞ്ഞു കൊടുക്കണില്ല. മനുഷ്യനാണ് ആ വക കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് ദുആ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ടും നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ഈ ദുആ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഇതായിട്ടിങ്ങനെ കയ്യിൽ കിട്ടുമോ? ഇങ്ങനെ ദുആ ചെയ്യുമ്പോഴത്തേനും കയ്യിൽ കിട്ടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുക? നമുക്കതിന് നമ്മളുടെ മൈൻഡിൽ തന്നെ അതിനുള്ള ആൻസർ തെളിയും. നമ്മൾ അപ്പോൾ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കും. ഇത് ഞാൻ ഡയറക്റ്റ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ തമ്പുരാന് കൊടുത്തിട്ടുണ്ട്, നമ്മളെ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്, എന്നെ ഇനി ദൈവം സംരക്ഷിച്ചോളൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തുമ്മലാണ് നമ്മളുടെ പിന്നീടുള്ള ആക്ഷൻസൊക്കെ വരാം. എല്ലാം നമ്മളുടെ മൈൻഡ് റിലേറ്റഡാണ്. നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദുആക്ക് ഇമ്പോർട്ടൻസ് ആണ് ഫസ്റ്റ് ഉള്ളത്. ഈ ദുആ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. എന്ത് തന്നെയായാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. മനസ്സിലായി? ഇനി ഞാനിപ്പോൾ കൂടുതലും മൈൻഡ് എന്ന് പറയുന്നത് ആ ഒരു ഇതിൽക്കണം. പതുക്കെ ചേർന്ന് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത്യാവശ്യം നമുക്ക് ക്ലിയറാക്കി തരാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അതാണ് ഞാൻ അപ്പം തന്നെ ഇത് വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഒരേ കമൻറ്റ് കാണുമ്പോൾ ഞാനൊരു പുതിയ ആളായത് കൊണ്ട് ഫസ്റ്റ് എനിക്കൊരു കുട്ടിയുടെ കമൻറ്റ് വന്നു. ഞാൻ ഏകദേശം ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സായിട്ട് സക്സസ് ആയതിന് തുല്യമാണ് ഒരേ കമൻറ്റ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ കമൻറ്റിനും എന്ത് തന്നെ ആയിക്കോട്ടെ, ഓരോ കമൻറ്റിനും എനിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരും. അറിയില്ലാത്ത കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിർദ്ദേശങ്ങളൊക്കെ തരാം. ഓക്കെ, ബായ്.